ബോക്സ് നോക്കാം നമുക്ക്. എയർക്രാഫ്റ്റ് ഉണ്ട്, റിമോട്ട് കൺട്രോൾ കിട്ടുന്നുണ്ട്, ഒരു പ്രൊപ്പല്ലറുണ്ട്, ഒരു പ്രൊപ്പല്ലർ ഗാർഡ്, 3 റിമോട്ട്, ഒരു ചാർജിങ് ഹബ്, USB. ഇത്രയാണ് കിട്ടുന്നതിൻ്റെ കൂടെ. ഇത് അൾട്രാ വെയിറ്റ് ആണ്, 249 ഗ്രാമേ ഉള്ളൂ. മാക്സിമം 30 മിനിറ്റ് ഫ്ലൈറ്റ് ടൈം കിട്ടുന്നുണ്ട്. 4 കിലോമീറ്റർ HD വീഡിയോ ട്രാൻസ്മിഷൻ ഉണ്ട്. വിഷൻ സെൻസർ, GPS പ്രിസൈസ് ഓവർ, പിന്നെ 3 ആക്സിസ് ഗിംബൽ, 2.7K ക്യാമറ. പിന്നെ നമുക്ക് ആപ്പ് വഴി എഡിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇവർ നൽകുന്നുണ്ട്. എങ്ങനെയാണെന്ന് ആപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് സിമ്പിളാണ്, എല്ലാം ഒന്ന് അഴിച്ച് വെച്ച് നോക്കാം. ഇത് എന്താണ്, എൻ്റെ പ്രൊപ്പല്ലറാണെന്ന് തോന്നുന്നു. പ്രൊപ്പല്ലറാണ്. നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സാധനം പൊട്ടിച്ച് നോക്കാം. സാധാരണ ഈ സാധനം പിന്നെ പാടാണ്, ഇതൊക്കെ പഠിച്ച് വരയ്ക്കണം. സാധാരണ നമ്മൾ ഇത് യൂസ് ചെയ്യാറില്ലാരും, ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ക്ലിപ്പ് ഇതിങ്ങനെ അതിൽ ഹോൾഡ് ചെയ്താണ് നമ്മൾ വയ്ക്കുന്നതെന്ന് തോന്നുന്നു. അല്ല, കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് തിരിച്ചു വയ്ക്കാം. കീറങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിക്കയറ്റി വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സാധനം വല്ല കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ തിരിച്ചൊക്കെ അയക്കണ്ടോ. ഇത് കയറി ഓക്കെ. ഇതെന്ത് സാധനം നോക്കാം, തുറന്ന് നോക്കാം. ഇതിൻ്റെ എഴുത്തുകുത്തുകളൊക്കെയാണ്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. എന്ത് സാധനം, ഒന്നുമില്ല. ഇതിൻ്റെ കുറേ പടങ്ങൾ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. വലിയ ഗുണമൊന്നുമില്ല, വേണ്ട. നമുക്ക് ആവശ്യമില്ല സാധനം. ഇതെന്ത് ബാറ്ററി ആണെന്ന് തോന്നുന്നു, നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. യെസ്, ബാറ്ററിയാണ്. നമുക്ക് 3 ബാറ്ററീൻ്റെ കൂടെ കിട്ടുന്നുണ്ട്, ആദ്യമേ പറഞ്ഞു. പിന്നെ എന്തോ കൂടി ഒന്നുമില്ല, കവർ ആളെ പറ്റിക്കാൻ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, 100 ഗ്രാമെങ്കിലും കാണും. ഇപ്പം നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റ് 150 കാണുമായിരിക്കും. 250 പറയുന്നത്. ഇത് ഏകദേശം ഒരു 100 ഗ്രാമെങ്കിലും വരും. നല്ല വെയിറ്റ് ഉണ്ട് സാധനം. നമുക്ക് എടുത്തകത്തേക്ക് തിരിച്ച് വയ്ക്കാം. നമുക്കിനി ഒന്നുമില്ല, വെറുതെ ആളെ പറ്റിക്കാൻ ഒരു സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവന്മാർ. നമുക്കൊന്ന് അഴിച്ചു നോക്കാം, തുറന്നു നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ മാവിക് മിനി. ഇത് അതിൻ്റെ ചാർജിങ് ഹബ്ബാണെന്ന് തോന്നുന്നു. യെസ്, ചാർജിങ് ഹബ്ബാണ്. ഇതിൽ നിൽക്കുകയാണ് നമ്മളതിൻ്റെ ഇതറിയുന്നത്. 3 ബാറ്ററി നമുക്ക് ഇതിൻ്റെ അകത്ത് ചാർജ് ചെയ്യാം. എല്ലാം പ്ലാസ്റ്റിക് തന്നെ സാധനം. നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ല, ഫിറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട് സാധനം. ചാടിയൊന്നും പോകത്തില്ല അങ്ങനെ. പക്ഷേ നമ്മൾ ഞെക്കി നോക്കിയിട്ടൊന്നും ലൈറ്റൊന്നും തെളിയുന്നില്ല. അപ്പോൾ അത് നമുക്ക് ചാർജ് നോക്കാം. ചാർജ് ഇല്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും. ഒരു സാധാരണ അയക്കാൻ നേരത്ത്, നമ്മൾ പാഴ്സലൊക്കെ അയക്കാൻ നേരത്ത് ബാറ്ററി സ്ലീപ്പ് മോഡിലൊക്കെ വെച്ചിട്ടായിരിക്കും സാധാരണ അയക്കുന്നത്. അതായിരിക്കും. ചാർജ് ചെയ്താൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അതായത് ചാർജൊക്കെ പിന്നെ ചെയ്യാം.
ഇപ്പം ഇതിൻ്റെ അകത്ത് അടിയിലെന്തോ പ്രൊപ്പല്ലറാന്ന് തോന്നുന്നു. അല്ല, ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ് ഈ കാണുന്ന സാധനം. നമുക്ക് ഇതിൻ്റെ പ്രൊപ്പല്ലറൊക്കെ അഴിക്കാനുള്ളതാണ്. ഇതിൻ്റെ അകത്ത് കുറേ USB കേബിളൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മുടെ മിനി ചാർജ് ചെയ്യാനും പിന്നെ നമ്മുടെ കൺട്രോളർ ചാർജ് ചെയ്യാനുള്ള ഇതാണ്. തുറന്ന് നോക്കാം. ഇത് നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കോഡാണ്, കൺട്രോളറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കോഡാണ്. തിരിച്ച് മാറ്റി വയ്ക്കാം. ഇത് USB കേബിളാണെന്ന് തോന്നുന്നു, ചാർജ് ചെയ്യാനുള്ള. യെസ്, അത് തന്നെ സാധനം. രണ്ടെണ്ണം ഉണ്ട്. ഇതും അത് തന്നെ സാധനം. വലിയ വ്യത്യാസമൊന്നുമില്ല, നമുക്ക് മാറ്റിയിടാം. ശരിക്കും ഇത് നമ്മുടെ എക്സ്ട്രാ വരുന്ന മറ്റേ ജോയ്സ്റ്റിക്കാണ്. രണ്ടെണ്ണം അതുമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൺട്രോളറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്രൊപ്പല്ലർ ഇതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അടിയിൽ കുറേ നേരമായി ഞാൻ ഈ സാധനം തപ്പണം. യെസ്, ഇതാണ് നമ്മുടെ പ്രൊപ്പല്ലർ. 3 എണ്ണേ ഉള്ളൂ. ഐഡൻറ്റിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും 3 എണ്ണം കിട്ടിയാൽ പോരല്ലോ. നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് അഴിച്ചു നോക്കാം. ഇത് അവിടെ ഇവിടെ ഏതാണ്ടൊക്കെ 2 കവർ ഏതാണ്ടൊക്കെ കിണാവണി അതിൻ്റെ അകത്തുണ്ട്. എന്തെന്നാണെന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. ഇത് അഴിക്കണം ആദ്യം. കുറച്ച് പാടാണ് ഈ സാധനം. തിരിച്ചതിൻ്റെ അകത്ത് അങ്ങനെ തന്നെ വയ്ക്കണമെങ്കിൽ അധികം വലിച്ച് കീറാതെ നമുക്ക് കഴിക്കണം. സൂക്ഷിച്ചാൽ കഴിച്ച് നോക്കാം. തിരിച്ചതിൻ്റെ അകത്ത് തന്നെ വയ്ക്കേണ്ടതല്ലേ. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ ഉള്ള പ്രൊപ്പല്ലർ പോയി കഴിയുമ്പോൾ അത് നമുക്ക് എടുത്തെടുക്കാം. നമുക്കതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 4 സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 4 × 3 12 ഇത് വരും. പക്ഷേ 4 സെറ്റ് കാണാൻ വഴിയില്ല. ഇത് 2 സെറ്റ്, അതായത് രണ്ട് കാലിലേക്കുള്ള സാധനം മാത്രമേ ഉള്ളൂ ഇതിൽ. അങ്ങനെ 3 എണ്ണം. 3 എണ്ണം കിട്ടിയാൽ പോരല്ലോ. മൊത്തം 4 എണ്ണം ഇല്ലേ എൻ്റെ കാല്. നമുക്ക് 3 എണ്ണം കിട്ടേണ്ടത് കാര്യം. 4 എണ്ണം വേണ്ടേ? എന്താ ആപ്പടെ 3 എണ്ണേ ഉള്ളൂ. ഇപ്പം 4 എണ്ണമെങ്കിലും തരേണ്ടതായിരുന്നു. 3 എണ്ണം ഇരിക്കട്ടെ, നോക്കാം നമുക്ക്. ഒരെണ്ണം കൂടി വയ്ക്കായിരുന്നു അവർക്ക്. ഇപ്പം 2 കാലിലേക്കുള്ള ഇത് ഒരെണ്ണത്തിൽ 3 എണ്ണം ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അടുത്തതിന് കൂടുതലൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. നമുക്ക് നോക്കാം. ഇതൊന്ന് അഴിച്ചു നോക്കാം എന്തായാലും. ഇതാണ് നമ്മുടെ മാവിക് മിനിയുടെ കൺട്രോളർ. വലിയ വെയിറ്റൊന്നും ഇല്ല ഇതിന്. ബാറ്ററിയൊക്കെ ഉണ്ടെന്ന് തോന്നാം എൻ്റെ അകത്ത്. പക്ഷെ വലിയ വെയിറ്റൊന്നും കാണിക്കുന്നില്ല. പക്ഷെ സാധനം കൊള്ളാം. ഇതാണ് അതിൻ്റെ ആൻറ്റിന. ഒരെണ്ണം തിരിഞ്ഞ് ഒരെണ്ണം മറിഞ്ഞൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ഉള്ളിൽ നമുക്ക് മൊബൈൽ വയ്ക്കാം. ഒരു കാര്യം മറന്നുപോയി, ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളിതിങ്ങനെ പിടിച്ച് തിരിച്ച് മുറുക്കി വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും ജോയ്സ്റ്റിക്ക് ഇരിപ്പുണ്ട്. തള്ളി പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പിരിച്ച് കയറ്റി വയ്ക്കാം. അങ്ങനെ സാധനമൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, സ്മൂത്തായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആൻറ്റിന 4 കിലോമീറ്ററൊക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നമുക്കത് പറത്തുമ്പോൾ അറിയാം 4 കിലോമീറ്റർ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. എന്തായാലും ഞാൻ 4 കിലോമീറ്റർ ഒന്നും പറത്താൻ പോകുന്നില്ല. നമുക്കിനി ഇതാണ് നമ്മുടെ മാവിക് മിനി. സാധനം
കാണാനൊക്കെ നല്ലൊരു കുഞ്ഞു സാധനമാണ്, പക്ഷെ വെയിറ്റ് ഒട്ടുമില്ല. ഇതെന്തോന്നത്, ഒട്ടും വെയിറ്റില്ല. 100-150 ഗ്രാം കാണും. വെയിറ്റ് ഒട്ടുമില്ല, തീരെ വെയിറ്റ് കുറവാണ്. നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. ഓഹ്, പറഞ്ഞു പോരോ. ഇതിൻ്റെ കാല് ആദ്യം ഫ്രണ്ടിലെ ഇത് ഇങ്ങോട്ടാക്കിയിട്ട് താഴത്തത് അങ്ങോട്ട് വരികയില്ല, നമുക്ക് താഴോട്ടാണ്. കണ്ടോ, ഇതുപോലെ താഴോട്ട്. യെസ്, സാധനം ഇപ്പോൾ കുറച്ച് വലിപ്പമൊക്കെ തോന്നുന്നുണ്ട്. ആ കാലൊക്കെ വളർത്തിയപ്പോഴത്തേക്ക് സംഭവം വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലിംസി ആയിട്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ കിടന്ന് വെറുതെ കുലുങ്ങുക. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ്ടെന്ന്. ഇതാണ് അതിൻ്റെ നമ്മുടെ ക്യാമറ ജിമ്പലിൽ കവർ ചെയ്യുന്ന അതിൻ്റെ കവറ്, ഗ്ലാസിൻ്റെ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കാം. ഇതാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു നമ്മുടെ ബാറ്ററി ഇടുന്ന റൂം. അതാണ് ബാറ്ററി റൂമാണ്. അടച്ച് വയ്ക്കാം. കുഴപ്പമൊന്നുമില്ല. നമുക്കിത് തിരിച്ച് മടക്കി അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇപ്പം പുറത്ത് നല്ല അത്യാവശ്യം മഴയുണ്ട്. ഇപ്പം ഇന്ന് അത്യാവശ്യം മഴയുണ്ടായിരുന്നു. അത് മഴയുണ്ട്, ഇപ്പം തുള്ളിച്ചാറ്റിലുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ പറത്താൻ പറ്റത്തില്ല. എന്തായാലും നമുക്കിതൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം നാളെയോ നാളെ അല്ലെങ്കിൽ നാളെ മഴയുണ്ടെന്നൊക്കെയാണ് ഞാൻ ഫോർകാസ്റ്റ് നോക്കിയപ്പോൾ പറഞ്ഞത്. എന്തായാലും തിരിച്ചിത് എടുത്ത് വയ്ക്കാം. ഈ മഴയത്ത് എന്തായാലും പറത്താൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞ് എന്തായാലും ഇത് പറത്തിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൊബൈലിൽ. എന്തായാലും നമുക്ക് ഇങ്ങനെയല്ല വയ്ക്കുന്നത്, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് വയ്ക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ DJI ഫ്ലൈ ആപ്പ് വെച്ചിട്ടാണ് നമ്മളത് പറത്തുന്നത്. അതിനെക്കുറിച്ചും പിന്നെ ഇതെങ്ങനെയാണ് ഇത് പറത്തുന്ന വീഡിയോസൊക്കെ നമുക്ക് അതിനടുത്ത വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും അത് കാണാൻ ശ്രമിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.